റുബിക്സ് ക്യൂബ് ശരിയാക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ഈ മഞ്ഞയ്ക്ക് 4 ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ കുരിശ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഈ വൈറ്റിൻ്റെ താഴോട്ട് നമ്മൾ ഈ മുകളിൽ ഉണ്ടാക്കി വെച്ച വൈറ്റ് നമ്മൾ താഴോട്ട് കൊണ്ടുവരണം കേട്ടോ. അതിന് നമ്മൾ ആദ്യം ഈ വൈറ്റിൻ്റെ സൈഡ് ഏതാണോ കളറ് ആ കളറിൻ്റെ നേരെ വശത്തോട്ടാക്കണം. ഇതിപ്പോൾ നമ്മൾ നീല എടുത്തിട്ടുണ്ട്, നീല നമ്മൾ നേരാക്കിയ ശേഷം ഇത് താഴോട്ടാക്കുക. അതുപോലെ എല്ലാ കളറും സെയിം അതിൽ തന്നെ ചെയ്യാട്ടോ. ഇപ്പോൾ വൈറ്റിൻ്റെ താഴെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിൻ്റെ നേരിലേക്ക് ആക്കിയ ശേഷം ഇത് 2 പ്രാവശ്യം താഴോട്ട് തിരിച്ചാൽ താഴോട്ട് പോകുക കേട്ടോ. ഇപ്പോൾ താഴെ നമ്മൾ ഇതുപോലെ ഒരു കുരിശ് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 4 കോർണറിൽ വൈറ്റ് നമുക്ക് കൊണ്ടുവരണം കേട്ടോ. അതിന് നമ്മൾ എപ്പോഴും മഞ്ഞ മുകൾ വശത്തായിട്ട് വരുന്ന പോലെ പിടിക്കണം. ഇപ്പോൾ നമ്മളൊരു വൈറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റിൻ്റെ സൈഡ് വന്നിട്ട് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് ഏതാണ് ഭാഗത്തിലുള്ളത് ആ ഭാഗത്തിലോട്ട് ആക്കി കൊടുക്കണം. ആദ്യം വൈറ്റ് എപ്പോഴും നമ്മുടെ നേരിലേക്ക് പിടിക്കണം കേട്ടോ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് മുകൾ വശത്ത് റൈറ്റിലോട്ട് ഒരു പ്രാവശ്യം ആക്കണം. ലെഫ്റ്റ് സൈഡ് ഭാഗം താഴ്ന്ന് മുകളിലേക്ക് ഒരു പ്രാവശ്യം, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലത്തെ മുകൾ വശം ലെഫ്റ്റിലേക്ക് ഒരു പ്രാവശ്യം. ലെഫ്റ്റ് ഭാഗം മുകളിൽ നിന്നും താഴോട്ട് ഒരു പ്രാവശ്യം ആക്കിയാൽ കളറ് അവിടെ സെറ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വൈറ്റ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് റോസും വൈറ്റും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെ നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കളറ് മാത്രം മാറിയേക്കാം, പക്ഷേ നമ്മൾ ചെയ്യുന്ന മെത്തേഡെല്ലാം സെയിം ആയിരിക്കും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർ മഞ്ഞ എപ്പോഴും മുകൾ വശത്തായിട്ട് വരുന്ന പോലെ പിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വൈറ്റിൻ്റെ സൈഡ് വരുന്ന കളർ കറക്റ്റ് ആക്കാനും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് ഈസി ആയിട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ.